ന്യൂക്ലിയർ റിയാക്ഷൻസ്, ന്യൂക്ലിയർ ഫോഴ്സസ്, ആസ്ട്രോഫിസിക്സ്, അങ്ങനെ തുടങ്ങി ഒരു വ്യത്യസ്തമായ കരിയർ. ഞാൻ പറഞ്ഞു വരുന്നത് ന്യൂക്ലിയർ ഫിസിക്സിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട്, പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ന്യൂക്ലിയർ ഫിസിക്സ്. ഫിസിക്സ് താല്പര്യമുള്ള ഒരാളുകൾക്ക്, പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിലോ ബിടെക് ലെവലിലോ ഒക്കെ ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ ഫിസിക്സും ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഒരു ഹയർ സ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുകയും ISRO പോലത്തെ നാസ പോലത്തെ ഓർഗനൈസേഷനുകളിൽ ജോബ് ചെയ്യാനും ഒക്കെ താല്പര്യമാണെങ്കിൽ ഐസർ പോലത്തെ IIST പോലത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ അടക്കമുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് പഠിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് എല്ലാ രാജ്യങ്ങളും ഇന്ന് ന്യൂക്ലിയർ വെപ്പൺസ് മേഖലയിൽ ശക്തരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ഫീൽഡുകളിലേക്ക് ആവശ്യമായ സയൻറ്റിസ്റ്റുകളെ കൂടി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാം. എനിവേ, ആൾ ദ ബെസ്റ്റ്.